ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൽത്തു കാസർഗോഡാണ്. അപ്പോൾ എൻ്റെ എല്ലാ ചങ്ങായിമാർക്കും ഹാപ്പി വിഷു. നോക്കുക, നിങ്ങളിലേക്ക് എത്തുന്നത് വിഷു കഴിഞ്ഞ ദിവസമായിട്ടുണ്ടാവും. ക്ഷമിക്കണം, സോറി ചോദിക്കുകയാണ്. കാരണം ഞാൻ ഈ വീഡിയോ ഇടുന്നത് വിഷു ദിവസത്തിലാണ്. ഒരുപക്ഷെ അപ്ലോഡ് ചെയ്യാൻ ഒരു ദിവസം വൈകും. കാരണം ഞാനുള്ളത് സൗദി അറേബ്യയിലാണ്, നല്ല പണിയുടെ തിരക്കാണ്. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലേറ്റാകും. അപ്പോൾ ഹാപ്പി വിഷു, ലേറ്റായതിന് സോറി. അപ്പോൾ ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നോക്കുക, നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ മറ്റു നേതാക്കളെക്കാളും ഏറ്റവും മുകളിൽ ഏറ്റവും മികച്ച ഒരു നേതാവ് എന്ന് എല്ലാവരും പറയാൻ കാരണം? നോക്കുക, ഷാഫി പറമ്പിലിന്റെ കാര്യം പറയുമ്പോൾ നല്ലവരായ RSSകാരടക്കം കൈയടിക്കുകയാണ്. നല്ലവരായ RSSകാർ പോലും പറയുകയാണ്, ഒരു നേതാവുണ്ടെങ്കിൽ, മികച്ച നേതാവുണ്ടെങ്കിൽ അത് ഷാഫി പറമ്പിലാണെന്ന് RSSകാർ പോലും പറയാനുള്ള കാരണം എന്താണ്? അപ്പോൾ ഏതായാലും നോക്കുക, ഇന്ന് വിഷുദിനത്തിൽ ഷാഫി പറമ്പിലിന്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം നമുക്ക് വിശദമായി ഷാഫി പറമ്പിലിന്റെ വികസനവും എന്തുകൊണ്ട് കേരളം മൊത്തത്തിൽ ഷാഫി പറമ്പിലിനെ കൈയടിക്കുന്നു എല്ലാം നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ വിഷുദിനത്തിൽ ഷാഫി പറമ്പിൽ ചെയ്ത ആ ഒരു കാര്യം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുവിന്റെ സ്നേഹാശംസകൾ നേരാണ്. ഞാൻ ആശംസ നേരിട്ട് അറിയിക്കാൻ ഇച്ചിരി വൈകിയത് ഓർന്നും കൊണ്ടല്ല, ഞാൻ ഇവിടെ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇത് നടുവത്തൂരിലെ ശിവക്ഷേത്രത്തിന്റെ കുളമാണ് അല്ലെ. ഞാൻ നമ്മുടെ പ്രവീണേട്ടനൊക്കെ ജനിച്ചു വളർന്ന, അല്ലെങ്കിൽ നീന്തി കളിച്ച പിന്നെ അമ്പലക്കുളം, ഇവിടെയൊക്കെ നീന്തി കുളിച്ചുകൊണ്ടാണ് ആളിപ്പോ ഇന്നലത്തെ DCC ഓഫീസിന്റെ ഒക്കെ കണ്ടല്ലോ, ഗവൺമെന്റ് പരിപാടിയായിരുന്നു അല്ലെ. നമ്മുടെ നാട്ടുകാരെല്ലാരും ഇവിടെ ചേർന്നിട്ടുണ്ട്. ഇത്തവണ വിഷു വടകരയിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും വിഷു ദിവസം ഞാൻ ഇവിടെ എത്തിയിരുന്നു അല്ലെ, ഇവിടെ എത്തിയിരുന്നു. ഈ ദിവസം ഇവിടെ എത്തിയിരുന്നു. ഇപ്പൊ ഒന്നും കൂടെ ഇവിടെ വന്നതാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ടാവാം ആശംസകൾ നേരിട്ട് അറിയിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വെയിറ്റ് ചെയ്തത്. ഇതിപ്പോ ഞാൻ ചോദിച്ചറിഞ്ഞപ്പോ ഏതാണ്ട് 250 വർഷത്തിനപ്പുറം പിന്നെ പഴക്കമുണ്ട്, പാരമ്പര്യമുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ കുളം ഞാനൊന്ന് കാണിച്ചു തരാം. ശരിക്കും ഈ കുളം ഇതിങ്ങനെ ആക്കിയിട്ട് എത്രയായി എന്ന് ചോദിച്ചപ്പോ അവര് പറയുന്നത് 150 കൊല്ലത്തിലധികമായിട്ട് നവീകരിച്ചിട്ട് അതിനെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഏതാണ്ട് 2.5 നൂറ്റാണ്ടിലധികം പഴക്കവും 1.5 നൂറ്റാണ്ടിലധികം നവീകരിച്ചിട്ട് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കുളവും അമ്പലക്കുളമാണ്. ഇത് മഴക്കാലമാകുമ്പോ വെള്ളം ഇതുവരെ കയറും, മഴക്കാലമാകുമ്പോ ഇതുവരെ കയറും. പ്രവീണേട്ടാ, ഞാന് ഇവിടം വരെ എത്തും. അവൻ പിന്നെ ഒരു മഴക്കാലത്ത് ഞാൻ നിങ്ങളെ കുളം ഒന്ന് കാണിക്കാം. നമ്മുടെ നാട്ടുകാരെല്ലാരും ഉണ്ട്, നമ്മുടെ നേതാക്കന്മാരെ നാട്ടുകാർ. ഒരു ഹാപ്പി വിഷു പറ എല്ലാരും കൂടെ, എല്ലാരും ചേർന്ന്. നീ ഒന്നും കൂടെ പറഞ്ഞു മോനെ. അത് അവന്റെ പ്രത്യേകമായിട്ട് സ്വീകരിക്കണം. അച്ഛനും മോനും ഒരേ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതാ എല്ലാരും വന്നിട്ടുണ്ട്. ഇവിടെ വേറെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കണ്ടേ. അവൻ പ്രവീണേട്ടാ എന്താ പറയാനുള്ളത്? ഇതൊരു ചിരപുരാതന കുളമാണ്. ചരിത്ര പ്രസിദ്ധമായ നടുവത്തൂർ ശിവക്ഷേത്രത്തിന്റെ കുളമാണിത്. കഴിഞ്ഞ തവണയും ഷാഫി പറമ്പിൽ ഇവിടെ വന്നിരുന്നു. അന്ന് സ്ഥാനാർത്ഥിയായിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്ന് വിഷു ആഘോഷിച്ച് അദ്ദേഹം ജയിച്ചത് റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ്. ശരി, അതാണ് പറയാനുള്ളത്. രണ്ടാമത് അന്ന് കൂടെ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടം MLA ആയി. മൂന്നാമത് അല്ല, അപ്പൊ ഇനിയിപ്പോ ഈ MLA MP ഒക്കെ ആവാനുള്ള ഒരു കുളം തെരഞ്ഞു വരുന്നതാ പുള്ളി പറഞ്ഞുകൊണ്ട് വരുന്നത്. അല്ല, ഒന്നുകൂടെ പറയാം, ഞാൻ ഇവിടെ നടത്തിയ പ്രാർത്ഥനയാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത DCC ഓഫീസ്. DCC ഓഫീസ് മനോഹരമാക്കി, അതിന്റെ ഒരു അഭിനന്ദനം നിങ്ങളും കൂടെ തരാണ്. അടിപൊളിയാക്കി DCC ഓഫീസ്. ഉദ്ഘാടനം മഹാമഹൊക്കെ ഗംഭീരായിരുന്നു. എന്നാൽ ഇത്തവണ ഓർത്ത് ഷാഫി ഇവിടെ എത്തി. ഷാഫി ഇത്തവണ ഓർത്തോടെ എത്തി. ഞാനത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പാലക്കാട്ടെ പ്രിയപ്പെട്ടവരോടും പിന്നെ അവിടെയും വിഷുവിന്റെ സ്നേഹാശംസകൾ നേരാണ്. ഞാൻ നമ്മുടെ രാജേട്ടന്റെ അമ്മയെ കാണാൻ പോകും എല്ലാ വിഷുവിനും. രാജേട്ടന്റെ അമ്മയെ പോകും, ബാലേന്ദ്രന്റെ വീട്ടിൽ പോകും, അതുപോലെ തന്നെ മാത്തൂർ ഉണ്ണിയേട്ടന്റെ പ്രസാദിന്റെ വീട്ടിൽ പോകും, നമ്മുടെ ചെൽവേട്ടന്റെ പ്രസാദിന്റെ, അങ്ങനെ കുറെ ആളുകളുടെയൊക്കെ വീട്ടിലൊക്കെ വിഷുവായിട്ട് പോകാറില്ല. ഇപ്രാവശ്യം അവരെയൊക്കെ ഫോണിൽ വിളിച്ചിട്ടും വീഡിയോ കോൾ വിളിച്ചിട്ടൊക്കെ വിഷു ആശംസകൾ നേർന്നിട്ടുണ്ട്. ഞാൻ വരുന്ന വഴിക്ക് വടകരയിൽ അനേക ആളുകളെ കണ്ടു, പലയിടങ്ങളിലും കയറി എല്ലാവരും കാണുന്നുണ്ട്. വടകരയിലെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും പിന്നെ ഹൃദയം നിറഞ്ഞ വിഷുവിന്റെ സ്നേഹാശംസകൾ നേരാണ്. നിങ്ങൾ തരുന്ന സ്നേഹം പകരം വെക്കാനില്ലാത്തതാണ്. ഈ നിറഞ്ഞ പിന്തുണക്കും സ്നേഹത്തിനും എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു നല്ല വിഷു സ്നേഹത്തിന്റെ പേരിൽ ആശംസിക്കുകയാണ്. ഹാപ്പി വിഷു. ഞങ്ങളെ കാണുന്ന ബാക്കി എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന ബാക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ വിഷുവിന്റെ സ്നേഹാശംസകൾ. നിങ്ങൾ എല്ലാവരും കൂടെ ഒരു ഹാപ്പി വിഷു ഒരിക്കൽ കൂടി. നോക്കുക, എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ വേറെ നേതാക്കളുമായി കമ്പയർ ചെയ്യുമ്പോൾ 1ാം സ്ഥാനത്ത് എത്തുന്നു എന്നതിന്റെ ചെറിയൊരു എക്സാമ്പിൾ ആണ് നിങ്ങൾ കണ്ടത്. എന്തൊരു മനുഷ്യനാണ്! ഞാൻ ഇങ്ങനെ പൊക്കി പറയുന്നതല്ല,
ജനങ്ങൾക്ക് വേണ്ടി നമ്മളൊക്കെ വോട്ടിട്ട് വിജയിപ്പിച്ചപ്പോൾ എന്ത് ചെയ്യുന്നു, ജനങ്ങൾക്ക് വേണ്ടി വികസിപ്പിക്കുന്നു. അതിനുശേഷം എന്ത് നല്ല പെരുന്നാൾ വരുമ്പോഴും ഓണം വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും വിഷു വരുമ്പോഴും ഷാഫി പറമ്പിൽ ജനങ്ങൾക്കൊപ്പമാണ് ഇരിക്കുന്നത്. നോക്കുക, ഇത് കാണുമ്പോൾ ഞാൻ ഇതിന്റെ താഴെ വന്ന കമന്റ് ഞാൻ കുറെ വായിക്കുകയാണ്. ഒരു ചങ്ങായി വിഷ്ണു വിനോദ് അങ്ങനെ എന്താണ് പേര്, അവൻ പറയുകയാണ്, ഞാനൊരു RSS കാരനാണ്. ഷാഫി പറമ്പിൽ ആദ്യം മത്സരിക്കുമ്പോൾ ഷാഫി പറമ്പിലിനെതിരെ കുറെ വിമർശിച്ച് നെഗറ്റീവ് കമന്റ് ഇട്ട ഒരാളാണ്. പക്ഷേ ഇന്ന് ഷാഫി പറമ്പിലിന്റെ ഈ ഒരു വീഡിയോ കാണുമ്പോഴും ഷാഫി പറമ്പിലിന്റെ വികസനം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു വേറെ ലെവൽ ഫീലാണ് തോന്നുന്നത്. ഇത്തരത്തിലുള്ള നല്ലവരായ ആൾക്കാരാണ് വരേണ്ടത്. അങ്ങനെ അടക്കം കമന്റ് അടക്കം ഇടുകയാണ്. ഇത് ഷാഫി പറമ്പിൽ എങ്ങനെ നേടിയെടുത്തു എന്നതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നോക്കുക, നമ്മളൊക്കെ ഇവിടെ ജാതി മതം പറഞ്ഞുകൊണ്ട് തമ്മിലടിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ. മുസ്ലിമാണ്, ഹിന്ദുവാണ്, ക്രിസ്ത്യാനാണ്, ഇങ്ങനെ പറഞ്ഞ് തമ്മിലടിക്കുന്ന ഒരു ചെറിയ ശതമാനം ആൾക്കാരുണ്ടല്ലോ. എല്ലാ മതത്തിലുമുണ്ട്, മുസ്ലിമിലുമുണ്ട്, ഹിന്ദുവിലുമുണ്ട്, ക്രിസ്ത്യാനിലുമുണ്ട്. 100-ൽ ഒരു 5% ആൾക്കാർ മാത്രം. അങ്ങനെ 3 മതത്തിലും 15% ആൾക്കാർ തമ്മിൽ തല്ലിച്ചാകുന്നത് നമ്മൾ ദിനനിത്യം കാണുകയാണ്. നോക്കുക, ഇത്തരത്തിൽ തമ്മിലടിച്ച് എന്തിനാണ് നമ്മൾ പരസ്പരം ചാവുന്നത്? നമ്മളെല്ലാവരും ഒന്നല്ലേ, നമ്മളെല്ലാവരും ഒരു ചോരയല്ലേ? നമ്മൾ അങ്ങനെ ചിന്തിക്കുക. നമ്മളെല്ലാവരും ഒന്നാണല്ലേ? എന്തിനാണ് ദൈവത്തിന്റെ പേര് കൊണ്ട്, മതത്തിന്റെ പേര് കൊണ്ട്, നിറത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തിന് ഈ ഒരു ചെറിയ കാലഘട്ടത്തിൽ നമ്മളൊക്കെ എന്തിന് വഴക്കിടുന്നു എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. നാളുകളിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അതായത് ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ BJP കാരനാണ്, ഞാൻ LDF കാരനാണ്, ഇത്തരത്തിലുള്ള ഒരു പറച്ചൽ നിങ്ങൾ നിർത്തുക. നിങ്ങൾ തുടരണം. എന്താണ്, ആരാണ് വികസിപ്പിക്കുന്നത്? അവൻ ഏത് പാർട്ടിയുമായിക്കൊള്ളട്ടെ, BJP ആയിക്കൊള്ളട്ടെ, UDF ആയിക്കൊള്ളട്ടെ, LDF ആയിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവന് ക്വാളിറ്റി ഉണ്ടോ, അവന് സംസാരിക്കാൻ അറിയുന്നുണ്ടോ, അവൻ നമുക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ടോ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടോ? അതായത് നമ്മുടെ മതത്തിൽ, ഉദാഹരണം ഞാൻ പറയാം, പെരുന്നാൾ വരുമ്പോഴും അതുപോലെ തന്നെ ക്രിസ്മസ് വരുമ്പോഴും വിഷു വരുമ്പോഴും 3 മതസ്ഥരുടെ കാര്യങ്ങൾ വരുമ്പോഴും അതിനെ അനുകൂലിച്ച് അവർക്കൊപ്പം 3 മതസ്ഥരുടെ ഒപ്പം നിൽക്കുന്ന ഒരാളെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അവന്റെ പാർട്ടി ഏതുമായിക്കൊള്ളട്ടെ. നോക്കുക, ഷാഫി പറമ്പിലിന്റെ കാര്യത്തിൽ ക്രിസ്മസിലും അതുപോലെ തന്നെ വിഷുവിലും പെരുന്നാളിലും എല്ലാത്തിനും ജാതി മത ഭേദമില്ലാതെ ഇങ്ങേര് വന്ന് പ്രസംഗിക്കുന്നു. മാത്രമല്ല, വടകരയുടെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജ് എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ നോക്കാറുണ്ട്. നോക്കുക, മാസത്തിൽ ഒരു 2-3 ദിവസം ഇദ്ദേഹം വടകരക്കാർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുകയാണ്. വടകരയുടെ സ്കൂളിൽ പോവുകയാണ്, പാവപ്പെട്ടവരുടെ വീട്ടിൽ പോവുകയാണ്. ഒരൊറ്റ കാര്യം പറയുകയാണ്, നാളുകളിൽ നമ്മൾ ഇനൊരിക്കലും കേരളത്തിൽ ഷാഫി പറമ്പിലിനെ പോലെ ഒരു നേതാവിനെ നമ്മൾ കാണാൻ പോകുന്നില്ല. ഞാനൊക്കെ ഈ വീഡിയോ ഇടുന്നതിന് കാരണം നിങ്ങളൊക്കെ പറയും ഷാഫി പറമ്പിലിനെ പൊക്കി പറയാനോ അല്ല. ഇത് കണ്ടിട്ടെങ്കിലും നാളുകളിൽ വരുന്ന തലമുറയല്ലേ, ഉദാഹരണം നമുക്കൊക്കെ അറിയാം, നാളുകളിൽ ഇന്ന് വളർന്നു വരുന്ന ആൾക്കാരാണ് നാളെ കേരളം ഭരിക്കേണ്ട ആൾക്കാർ. അപ്പോൾ അവർക്ക് ഇതിലെത്തി ഷാഫി പറമ്പിലിനെ പോലെ ജാതി മത ഭേദമില്ലാതെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി, അവരെങ്കിലും നമുക്ക് വേണ്ടി, ഇനി വരുന്ന തലമുറ നമുക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി മതം പറയാതെ കച്ചറ ഉണ്ടാക്കാൻ നല്ല രീതിയിൽ ഭരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ വരുന്നത്. അപ്പോൾ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ആരും മതം നോക്കരുത്, അതുപോലെ തന്നെ UDF LDF ഇങ്ങനെ നോക്കരുത്. നമ്മളെല്ലാവരും ഒന്നാണ്. വോട്ടിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് ക്വാളിറ്റി ഉണ്ടോ, അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അതുപോലത്തെ ആളെയാണ് നമ്മൾ വിജയിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മളെല്ലാവരും നല്ല രീതിയിലുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് നമ്മൾ പാർട്ടിയൊന്നും നോക്കാതെ നല്ല മികച്ച രീതിയിലുള്ള ഷാഫി പറമ്പിലിനെ പോലത്തെ സ്ഥാനാർത്ഥികളെ നമ്മളെല്ലാവരും വിജയിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.